ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇത് ആരുടെ പേരിൽ അറിയപ്പെടും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് അനീഷിന്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. പക്ഷേ അനുമോൾക്കും അത്ര അധികം തന്നെ ഈ PR അല്ലാതെ ഒരു ജനപ്രീതി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ അനുമോൾ ചെയ്ത കുറേ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിനെ തന്നെ പുറത്തറിയിച്ചത്. പക്ഷെ അതില് കുറെ അധികം വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അതായത് അനുമോൾ ചെയ്തത് എന്തൊരു ചീപ്പ് ഗെയിമാണ്, ഒട്ടും ഫെയർ അല്ല, ഡേർട്ടി ഗെയിമാണ്, ഇത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല അനുമോളുടെ ആ ഒരു ഗെയിമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ആ ഗെയിമിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ 50 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പെണ്ണ് എവിക്റ്റ് ആകും എന്നൊക്കെയുള്ള വിനു എന്ന് പറയുന്ന PR പ്രസ്താവനയും ഇടയ്ക്കൊക്കെ വൈറലായി. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ അവസാനിക്കാത്തത് ഫസ്റ്റ് കിട്ടേണ്ടത് അനുമോൾക്കല്ല, അത് അനീഷിനാണ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചകളാണ് ഒട്ടും തന്നെ അവസാനിക്കാത്തത്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന ചർച്ചകളല്ല. സ്ത്രീ വിരുദ്ധൻ എന്ന പേരിൽ എന്ന ലേബലിൽ ലാലേട്ടൻ ഈ ഒരു സീസണിലേക്ക് ആദ്യം പിടിച്ചു കയറ്റിയ അനീഷ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധത പോലും കാണിക്കാതെ അങ്ങനൊരു പേരിന് അർഹനായത്? അതിന്റെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ആ ഒരു ഇന്റർവ്യൂ ഇപ്പം ഒരു ദിവസമായി ആ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ലാലേട്ടന്റെ ആ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് പറയുന്ന ലാലേട്ടന്റെ സ്ത്രീവിരുദ്ധ പരാമർശമല്ല, സ്ത്രീവിരുദ്ധൻ എന്ന ഒരു ടാഗ് ലാലേട്ടൻ അനീഷിന് കൊടുത്തു എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അഞ്ജന നമ്പ്യാർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. സത്യത്തില് അഞ്ജനയുടെ ഇന്റർവ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ അഞ്ജനയുടെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവർ നിന്നിട്ടുള്ള ഓരോ ദിവസവും ഈവൻ ലൈവ് ഒക്കെ അരച്ച് കലക്കി കുടിച്ചണക്കാണ് അഞ്ജനയുടെ ചോദ്യം ചോദിക്കല്. ഏറ്റവും കൂടുതൽ അഞ്ജന ചോദിച്ച് കുഴപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബിൻസീനെയൊക്കെയാണ്. ആ ഒരു ടൈമില് ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങിയത് ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഇപ്പം ഈ അനുമോളുടെയും അക്ബറിന്റെയും ഷാനവാസിന്റെയും അനീഷിന്റെയും നെവിന്റെയും ഒക്കെ ഇന്റർവ്യൂ ഒന്നിച്ചു വന്ന സമയത്ത് നമുക്ക് അനീഷിന്റെ ഇന്റർവ്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്നതും അത് അവസാനമായി ഒന്ന് വന്നതും ഒക്കെ. അതില് അഞ്ജന നമ്പ്യാർ പറയുന്നുണ്ട് സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലാലേട്ടൻ അങ്ങനെ വിളിച്ച് കയറ്റിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഓഡീഷന്റെ സമയത്ത് അനീഷും ഈ പറയുന്ന അഞ്ജനയും തമ്മിൽ നല്ല അടി ഉണ്ടായിട്ടുണ്ട്, നല്ല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തർക്കിക്കാനുള്ള പ്രധാന ഒരു കാര്യം ഈ സ്ത്രീ വിരുദ്ധൻ എന്ന പേര് നമ്മുടെ ലാലേട്ടൻ എന്നല്ല, ഇപ്പൊ ഈ അഞ്ജന നമ്പ്യാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അവരെല്ലാവരും ഒരേപോലെ കൊടുത്തൊരു പേരാണ് സ്ത്രീ വിരുദ്ധൻ. അപ്പൊ അനീഷിന് അങ്ങനൊരു ലേബൽ കിട്ടിയതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 6 മാസം സ്ത്രീകൾക്ക് ഒരു മെറ്റേണിറ്റി ലീവ് കൊടുക്കാറുണ്ട്. പ്രസവശേഷം ഒരു 6 മാസം മെറ്റേണിറ്റി ലീവ്. അങ്ങനെ ഒരു ലീവ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അനീഷ് ഓഡിഷൻ സമയത്ത് അഞ്ജനയോട് പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ പേരിൽ കുറെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞ ഒരു കാരണം. ബാക്കി ചില കാര്യങ്ങളിലും ഇതേപോലെ സ്ത്രീകൾക്ക് കുറെ പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് ഓർക്കുകയാണെങ്കിൽ ഒരേ ഒരു ദിവസമാണ് ഷാരിക, അക്ബർ, അനീഷ് ഇവരൊക്കെ ചേർന്നിട്ടൊരു തർക്കമുണ്ടായി. അതായത് ഈ ഡിവോഴ്സ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആണുങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം പോലെ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ഒരു ജീവനാംശമൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇതുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഈ പറയുന്നതെല്ലാം പുരുഷൻ കൊടുത്ത് സ്ത്രീകളെ പറഞ്ഞു വിടുന്നതായിട്ടാണ് ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞത്. ഇത്തരത്തിലൊരു ചർച്ച ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ദിവസം ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആണുങ്ങളും കുറെ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്. എല്ലാം ഇപ്പോഴും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ ഒരു പരിഗണനയുള്ളൂ, അവിടെ ആണുങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷാരികയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഒരു കാരണമായിരുന്നിരിക്കാം. എനിവേ ഒരുപാട് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, ഒരുപാടെന്നല്ല ഒട്ടും തന്നെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊന്നും അനീഷ് നടത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് ഈ ഒരു മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് 6 മാസം അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാ അത്രയും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ അഞ്ജന ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയതുപോലെയാണ് അനീഷിന്റെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഒരു അന്തർമുഖനായിട്ടുള്ള, അതായത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് അധികം സോഷ്യലൈസേഷൻസ് ഒന്നും ഇല്ലാതെ, എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ ഡിവോഴ്സ് എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ചധികം ഒന്ന് ഒതുങ്ങിയ ആളായിരുന്നിരിക്കണം. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കമ്മ്യൂണിക്കേഷനൊന്നും
പുറത്ത് ഇല്ലാത്ത ഒരാളായിരുന്നിരിക്കണം. എനിവേ അഞ്ജന നന്നായിട്ട് പൊളിച്ചടുക്കി ചോദിക്കുന്നുണ്ട്. പക്ഷെ അഞ്ജനയുടെ ബാക്കി ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മയത്തിലാണ്. എങ്കിലും എല്ലാവരും പറയുന്നത് അതെന്താ അനീഷ് ഏട്ടൻ്റെ അടുത്ത് മാത്രം അഞ്ജനയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന, റൂഡായിട്ട് ചോദിക്കുന്ന. ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയില്ല. അഞ്ജന എല്ലാവരുടെ അടുത്തും നല്ല റൂഡായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ടോപ്പ് 5-ൽ വന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചോദിച്ചത്. കൂട്ടത്തിൽ അനീഷിനോട് കുറച്ച് റൂഡായിട്ട് കാണിച്ചതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ ഓഡീഷന്റെ സമയത്ത് അഞ്ജനയും അനീഷും തമ്മിലുണ്ടായിരുന്ന കോൺവെർസേഷന്റെ ഒരു ഇഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല അഞ്ജന പറയുന്നുണ്ട് ഈ ഒരു 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് ആ പ്രിവിലേജ് അത് സ്ത്രീകൾക്ക് വേണം, അതൊരു പ്രിവിലേജ് ആണല്ലോ, അത് വേണമല്ലോ. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകളാണല്ലോ പ്രസവിക്കുന്നത്. അപ്പൊ പുരുഷന്മാർക്കും അങ്ങനെ അപ്പോൾ ഒരു ലീവ് വേണം എന്ന് അനീഷ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പെറ്റേണിറ്റി ലീവ് ഉണ്ട്. പെറ്റേണിറ്റി ലീവായിട്ട് ഒരു മാസമോ 2 മാസമോ എന്തോ കൊടുക്കുന്നുണ്ട്. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഏത് നേരവും കുഞ്ഞിന് പാലും കൊടുത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അമ്മമാർക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അച്ഛൻ്റെയും ഉത്തരവാദിത്തമാണ് കുഞ്ഞിനെ 1 മാസമെങ്കിലും എടുക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യുക, കുഞ്ഞിനെ ഒന്ന് എടുത്ത് കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ജന അതവിടെ കൺവേ ചെയ്തത് കൊടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുവിധം ഈ ഒരു കാര്യത്തിൽ ഒരു അവയർനെസ് അനീഷിന് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. എനിവേ അനീഷിന്റെ ആ ഒരു, അതായത് ഇങ്ങനൊരു സ്ത്രീവിരുദ്ധൻ എന്ന് മാത്രമല്ല, അനീഷ് ഒരു ക്ലിയർ ഹിസ്റ്ററി ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത്. ആരെയും ഒരു തരത്തിലും ഒരു വേർഡ് കൊണ്ട് പോലും കുത്തി നോവിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അത്രയും ഒരു ക്ലിയർ ചാപ്റ്റർ ആയിട്ടാണ് അനീഷ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഈ ഒരു സീസൺ 7 എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് തരുന്നത്. അത് മാത്രമല്ല ഇപ്പൊ പുറത്തിറങ്ങിയതിന് ശേഷവും കുറെ അധികം മീഡിയാസ് മൈക്കും കൊണ്ട് വരുമ്പോൾ പല മത്സരാർത്ഥികളും കുറെ കാര്യങ്ങൾ തുറന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനീഷ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നതുപോലെ പറയേണ്ടടുത്ത് പറയും, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായങ്ങ് സിബിടുന്ന കണക്കാണ്. ഒരു മീഡിയക്കാരടുത്തും ഒരു പരിധി വിട്ട് ഒരു കാര്യവും സംസാരിക്കുന്നില്ല. ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അനീഷിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, സ്നേഹം, സന്തോഷം, സ്നേഹം മാത്രം എന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള അനീഷ് തന്നെയാണ് പുറത്തും. പക്ഷെ ആ ഒരു ക്യാരക്ടറിനകത്ത് ഒരാൾക്ക് കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആകണം എന്ന് തോന്നും. എന്നാൽ ആ ഒരു വ്യക്തി ഒരു വലിയ എന്താ പറയാ സ്ത്രീവിരുദ്ധനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുള്ളി ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല എന്ന് ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എനിവേ അനുമോളാണോ അനീഷാണോ ഇപ്പോഴും ആ ഒരു തർക്കം നടക്കുന്നത് കൊണ്ട് മേ ബി എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി അനീഷ് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, അത് ആ ഒരു വ്യക്തി ആ ഗെയിം എന്നുള്ളതിനകത്ത് ഒരിടത്ത് ഉറച്ചു നിന്നൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. ആരെയും ക്രിട്ടിസൈസ് ചെയ്ത് അവിടെ ഒരു എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ബട്ട് അനുമോൾക്ക് അത്രയധികം ജനപ്രീതി നേടിയ ഒരു സീസൺ തന്നെയാണ്. അത് PR കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല, അതും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എനിവേ ഈ ഒരു സ്ത്രീവിരുദ്ധൻ എന്ന് പറയുന്ന വാക്ക് ഇനി അനീഷുമായിട്ട് ചേർത്ത് നമുക്ക് വായിക്കേണ്ട, അതെടുത്ത് കളഞ്ഞേക്കാം. അതിന് ആ ഒരു ക്ലാരിറ്റി നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഏഷ്യാനെറ്റിനകത്ത് തന്നെ ആ ഒരു ഇന്റർവ്യൂ ഉണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം പറയുക, അനീഷിനെ കുറിച്ചും അനുമോളെ കുറിച്ചും ഒക്കെ പറയാം. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പേജ് വരാം. ബൈ.